ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു തക്കൂസ് വേൾഡ്. ചിരിച്ചേ ഹായ് പറഞ്ഞേ. ഹായ് ചിരിച്ചേ. അപ്പം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. ഞാൻ സിറ്റൗട്ടിലോട്ട് നോക്കിയപ്പോൾ അത് കഴിഞ്ഞ് അടുക്കളയിൽ പോയപ്പോൾ അമ്മ എന്തോ കുക്കറെ വെച്ചേക്കുന്നത് കേട്ടോ. അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് കപ്പയാണ്. കറി എന്നാന്ന് ചോദിച്ചപ്പോൾ അപ്പം അമ്മ പറഞ്ഞ് നമുക്ക് പുറത്തുനിന്ന് കാന്താരി പിച്ചി അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാന്താരി പിച്ചാൻ പോയപ്പോൾ അതിൻ്റെ ഭംഗി കണ്ട് ഞാൻ ഒരു വീഡിയോ എടുത്ത് വെച്ചു കേട്ടോ. ശേഷം അമ്മ അതേന്ന് ഓരോ കാന്താരി വീതം ഇങ്ങനെ പറിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് മഴയ്ക്കൊക്കെ ഇച്ചിരി തോർവയുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിത് പിച്ചുന്ന കാണാനുള്ള ഭംഗിക്ക് വേണ്ടി ഞാനതിൽ സ്ലോ മോഷൻ കയറ്റി കേട്ടോ. നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്, കണ്ടില്ലേ? അപ്പം അങ്ങനെ അമ്മ ഓരോ മുളക് വീതം ഇങ്ങനെ പിച്ചെടുത്ത് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ പച്ചമുളക്, ഉണ്ടമുളക്, അത് ഉണ്ടമുളകായിരുന്നു കേട്ടോ. അത് ദേ ഒരെണ്ണം പഴുത്ത് നിൽപ്പുണ്ടേ, അത് എടുത്തില്ല കേട്ടോ. അതിൻ്റെ ഭംഗിയുണ്ട്. അമ്മ പറഞ്ഞത് അവിടെ തന്നെ നിന്നോട്ടെ, നല്ല രസമല്ലേ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇതെല്ലാം പഴുക്കുമായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. ഇതിപ്പോൾ ഒരെണ്ണം മാത്രം പഴുത്തുള്ളൂ കേട്ടോ. എനിക്കാണെങ്കിൽ അത് കാണുമ്പോൾ കഴിക്കാൻ തോന്നും കേട്ടോ, അങ്ങനത്തെ ഭംഗിയാണ്. അങ്ങനെ അമ്മ പിച്ചി നമുക്ക് അത്യാവശ്യത്തിനുള്ള കാന്താരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അകത്ത് വന്ന് അമ്മ കപ്പയൊക്കെ വെന്തോന്ന് നോക്കി കപ്പ ഉടച്ചുകൊണ്ടിരിക്കുകയാണേ. തേങ്ങയൊന്നും ചേർക്കുന്നില്ല, മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ചേർത്ത് ഉടച്ചെടുക്കുവാണേ. അപ്പോൾ അമ്മ പറഞ്ഞ് പോയി പല്ല് തേച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനും തക്കവും കൂടി പല്ല് തേക്കാൻ ഇറങ്ങി കേട്ടോ. അങ്ങനെ അവളാണെങ്കിൽ ഇന്ന് ഇച്ചിരി ഇതായിരുന്നു, പല്ല് തേക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. ഞാൻ തേച്ചോളാമെന്ന് പറഞ്ഞ് വാശി. ഇത് കണ്ടില്ലേ, സ്വന്തമായിട്ട് തേച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫ്രഷൊക്കെ ആയി വന്നപ്പോഴത്തേക്കും അമ്മ ദേണ്ട മുളക് ചമ്മന്തി അവിടെ ചതച്ച് വെച്ചേക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് കപ്പയും അതിൻ്റെ കൂടെ മുളക് ചമ്മന്തി, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ടൻ ചായയും കൂടി എടുത്ത്. കണ്ടില്ലേ ഇടയ്ക്കൊരു കൈ തക്കു നമ്മുടെ കൈ ഇരിപ്പുണ്ട് കേട്ടോ. തക്കു ഇങ്ങനെ അമ്മയുടെ ഇളിക്കിരിക്കും. പിന്നെ എൻ്റെ വീട്ടിൽ വന്നാൽ പിന്നെ തക്കു എപ്പോഴും അമ്മയുടെ കൂടെ ആയിരിക്കും. അവളുടെ എല്ലാ കാര്യവും നോക്കുന്നത് പിന്നെ അമ്മയായിരിക്കും. നമ്മുടെ സ്വന്തം വീട്ടിൽ വന്നാൽ അങ്ങനെ ആയിരിക്കും അല്ലേ? എല്ലാം പെൺമക്കളും കല്യാണം കഴിച്ച് വിട്ട് കഴിയുമ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നേ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ പോകാൻ, തകഴിക്ക്. അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി. ഈ ബിൽഡപ്പ് എന്നാ കാണിക്കുന്നതെന്നറിയാമോ? ഇന്ന് ഞാനാണ് വണ്ടി ഓടിക്കുന്നത്, കുറേ മാസങ്ങൾക്ക് ശേഷം കേട്ടോ. ഇത് എൻ്റെ വണ്ടിയായിരുന്നു ആക്ച്വലി, പിന്നെ എൻ്റെ അനിയനാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ച് നമ്മൾ തകഴിയിലെത്തി കേട്ടോ. അവർക്ക് ഇത് കണക്കത്തെ കടയാണ്, അവർ കച്ചവടക്കാർ. അപ്പോൾ ഈ നിൽക്കുന്ന അച്ഛനാണ്, ഇതാണ് ഞങ്ങളുടെ സുഷമാമച്ചി. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ ലോലിപ്പപ്പും ചപ്പി ഇരിക്കുക കേട്ടോ. കുഞ്ഞു പിള്ളേരുടെ സ്വഭാവമാണ് കേട്ടോ. അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ കയറി. വീട് കണ്ട് ഞെട്ടരുത്, ഇവിടെ ഒരാളുണ്ട് കേട്ടോ, ഒരു കുസൃതിക്കുട്ടനുണ്ട്, അയാളാണ് ഈ നിൽക്കുന്നത്. വണ്ടിയിൽ കയറിയപ്പോഴേ തക്കു ഉറങ്ങി കേട്ടോ. അങ്ങനെ തക്കുവിനെ കൊണ്ടുവന്ന് നമ്മൾ ബെഡേലൊക്കെ കിടത്തി. ഞാൻ പറഞ്ഞ കുസൃതിക്കുട്ടനാണ് ഇത്, ആദിക്കുട്ടൻ. അപ്പുറം നിൽക്കുന്ന ചേച്ചിയാണേ, ചേട്ടൻ്റെ വൈഫാണേ. അങ്ങനെ ഞാൻ ആദിക്കുട്ടനോട് ഓരോ കാര്യം ചോദിക്കുക കേട്ടോ. LKGയിലാണേ, സ്കൂളിലൊക്കെ പോയി. അപ്പോൾ സ്കൂളിലത്തെ വിശേഷമൊക്കെ ചോദിക്കുക. അപ്പം ഞാൻ നോക്കിയപ്പോൾ അമ്മ ദേണ്ട 2 വലിയ ഗ്ലാസ്സിൽ സോഡാ സർവത്ത് എടുത്തുകൊണ്ട് വരുന്നു. അതും കുടിച്ച് ഞാൻ കുറച്ച് നേരം TV കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ TV കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ആദിക്കുട്ടൻ്റെ ചേച്ചി പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ട് നമ്മുടെ ആദിക്കുട്ടൻ്റെ ഓരോരോ സ്റ്റേജിലെ ഫോട്ടോ എല്ലാം അവിടെ ഇരിക്കുന്നത്. ഇത് ബർത്ത്ഡേക്ക് എടുത്തതാണേ, നമ്മൾ ഇങ്ങനെ ബാൻഡായിട്ട് ചെയ്തെടുത്തത്. അത് കഴിഞ്ഞിട്ട് തക്കു എഴുന്നേറ്റ് ശേഷം തക്കു ആദിക്കുട്ടനും കൂടി ഭയങ്കര കളിയായിരുന്നു കേട്ടോ. പുറത്ത് ഭയങ്കര സൗണ്ട്. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ നല്ല ഇടിച്ചു കുത്തി മഴ കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായി. ഇന്നത്തെ സ്പെഷ്യൽ ചേച്ചിയുടെ വകയായിരുന്നു, ബിരിയാണി ആയിരുന്നു കേട്ടോ. ബിരിയാണിയും സാലഡും പപ്പടവും ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ TV ഒക്കെ കണ്ടുകൊണ്ടിരുന്നപ്പം ആദിക്കുട്ടനും തക്കുവും കൂടി വരയ്ക്കുവാണേ, പടം വരച്ച് കളിക്കുവാണേ. കണ്ടില്ലേ, ഞാൻ ഒന്ന് പറഞ്ഞ് ചിരിക്കാൻ പറഞ്ഞപ്പോൾ രണ്ടുപേരും കൂടി ചിരിക്കുന്ന കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ? അത് കഴിഞ്ഞ് ഐസ്ക്രീം കിട്ടി കേട്ടോ. ഞാൻ അമ്മയോട് പറഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാൻ പോവാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഉടനെ തിരിഞ്ഞിരുന്നു കേട്ടോ. ഇപ്പം നോക്കിക്കൊണ്ട് ഒരു ഓട്ടക്കണ്ണിട്ട് നോക്കുകയെ നമ്മളെ വീഡിയോ എടുക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. അങ്ങനെ നമ്മൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ മഴയല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ.